എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ യോഷിറോ അവനവന്റെ കപ്പലിൽ അവിടേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ആൾക്കാർക്കും ആ വില്ലന്മാർക്കും എല്ലാം വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് വില്ലന്മാരുടെ കപ്പല് അതവൻ വെട്ടിയെറിയാണ്. കാഞ്ചിറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇവൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് അവന് മനസ്സിലാവില്ല. ഇനി ഒരു പക്ഷേ എന്നെ പോലെ ഇവനും ഒരു ബ്ലാക്ക് ഷീപ്പ് ആയിരിക്കുമെന്ന് അവൻ ചിന്തിക്കും. യോഷിറോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ നോക്കി അവരോട് പറയും, ഞാനാണ് സാക്ഷാൽ നാപ്പിംഗ് യോഷിറോ. സത്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ അണ്ടറിൽ 700ഓളം സോൾജിയേഴ്സ് ഉണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ആക്ച്വലി അവൻ അങ്ങനെ ഒരു പേര് വരാൻ കാരണം അത് മറ്റൊന്നുമല്ല, ഡേ ടൈം മുഴുവൻ അവൻ ഒറോച്ചിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും. നൈറ്റ് ഒറോച്ചിയുടെയും അവൻ്റെ അസിസ്റ്റന്റിൻ്റെയും പണമൊക്കെ അടിച്ചു മാറ്റി അത് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്ക് യോഷിറോയ്ക്ക് പ്രോപ്പർ റെസ്റ്റ് ഇല്ല. അവൻ ഡേ ടൈമും ചെറുതായിട്ട് ഉറങ്ങി മയങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുക. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവൻ ചെയ്യുന്നതും പറയുന്നതും കേട്ട് ഒന്നും മനസ്സിലാവില്ല. അവരാണെങ്കിൽ അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആരും അവനെ വിശ്വസിക്കാൻ തയ്യാറാവാതെ അവനുമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് മാറി നിൽക്കുകയാണ്. അവനെ വിശ്വസിക്കാൻ പാടില്ല, അവൻ ഒറോച്ചിയുടെ അസിസ്റ്റന്റ് ആണ്. ഒരുപക്ഷെ ഇതുപോലൊക്കെ കാണിച്ച് നമ്മളെ പറ്റിക്കാനായിരിക്കും അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിന്നെ ഞങ്ങൾ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഓൾറെഡി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുത്തൻ ഞങ്ങളെ ചതിച്ചു. ഒറോച്ചി അവൻ പല ടെക്നിക്കും ഞങ്ങളെ തകർക്കാനായിട്ട് യൂസ് ചെയ്യുന്നു പറയും. അത് കേട്ട് യോഷിറോ ആണെങ്കിൽ ഇപ്പൊ പഴയൊരു സ്റ്റോറി പറയാണ്. അതായത് ആ ഒരു പന്നിയെ അതിനെ പിടിച്ചുകൊണ്ട് വന്നതും അതിന്റെ അമ്മ പന്നി ആ ഗ്രാമം തകർത്തതും കിന്നിനെ ഓടൻ അവൻ ശാസിച്ചതും കിന്ന് ചെയ്ത കുറ്റം അത് ഓടൻ ഏറ്റെടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് കേട്ട് കിൻ ഷോക്കാവുകയാണ്. കാരണം ആ ഒരു സീക്രട്ട് അതറിയാവുന്നവർ 3 പേര് മാത്രമാണ്, ഓടനും കിന്നും ഡെഞ്ചറോയും. സോ അതിനർത്ഥം ഇവൻ ഡെഞ്ചറോ ആണ്. ഇവിടെ യോഷിറോ ആണെങ്കിൽ പതിച്ചിരിക്കും. ആണെങ്കിൽ വണ്ടറടിച്ച് അവനോട് ചോദിക്കും, സത്യം പറയ്, നീ ഞങ്ങളുടെ ഡെഞ്ചറോ ആണോ? അത് കേട്ട് അഷുറ ടോജി അവൻ ഷോക്കാവാണ്. ലാസ്റ്റ് ടൈം അഷുറ ടോജിയും ഡെഞ്ചറോയും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടിയത്. ആ ഒരു ഏറ്റുമുട്ടലിൽ ഡെഞ്ചറോ അവൻ കൊല്ലപ്പെട്ടു എന്നാണ് അഷുറ ടോജി കരുതിയത്. ഇവിടെ ഡെഞ്ചറോ അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഹെയർ സ്റ്റൈൽ അതങ്ങനെ ചേഞ്ച് ചെയ്ത് കാണിക്കുകയാണ്. അത് കണ്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതവും അതിനുപരി അവർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവും. ഞാനാണ് കൊസുക്കി ക്ലാനിലെ റീറ്റൈനർ സാക്ഷാൽ ഡെഞ്ചറോ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ കാഞ്ചറോയെ നോക്കും. കാഞ്ചറോയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ആക്ച്വലി ഡെഞ്ചറോയ്ക്ക് അവരുടെ ഇടയിൽ ഒരു ബ്ലാക്ക് ഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. ആരാണെന്ന് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ തൻ്റെ ഐഡന്റിറ്റി അത് റിവീൽ ചെയ്ത് ആ ടീമിനോടൊപ്പം ചേരുകയുള്ളൂ എന്നവൻ പ്രതിജ്ഞ എടുത്തിരുന്നു. ഇപ്പൊ അതാരാണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഡെഞ്ചറോ ആണെങ്കിൽ ഓൾറെഡി ആ സെല്ലിൽ ലോക്ക് ചെയ്തിട്ടിരുന്ന 1000 സോൾജിയേഴ്സിനെ അവരെ റിലീസ് ചെയ്ത് വിട്ടിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവന്റെ സോൾജിയേഴ്സ് 100 പേരും അവൻ തുറന്നു വിട്ടവര് 1000 പേരും മൊത്തം 1700 പേര് വലിയ കപ്പലിൽ അവിടേക്ക് എത്തുകയാണ്. വില്ലന്മാരാണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട് ഷോക്കാവും. അവരാണെങ്കിൽ ഈ കാര്യങ്ങൾ എത്രയും വേഗം ഒറോച്ചിയെ അറിയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഡെഞ്ചറോ ആണെങ്കിൽ ഇപ്പൊ അവർ ക്രിയേറ്റ് ചെയ്ത ആ മാപ്പ് അത് കിന്നിന് കാണിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി ചിരിക്കുട്ടൻ അവൻ പറയാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല, അവൻ ഈ മാപ്പിൽ ആഡ് ചെയ്ത ചെറിയ സൈന് അത് ദൂരത്തായിട്ട് കാണുന്ന ആ കാടിനോട് ചേർന്നുള്ള പോർട്ടാണ്. അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടില്ല, അവിടെയാണ് കപ്പലുകൾ ഉണ്ടാവുക എന്നാണ് അവൻ നമ്മളോട് പറയാനായിട്ട് ശ്രമിച്ചത്. അത് കേട്ട് കാഞ്ചറോ ആണെങ്കിൽ ഡബിൾ ഷോക്ക്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ഇങ്ങനെയൊരു കാര്യം അത് നമ്മുടെ ആൾക്കാർക്കും വില്ലന്മാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഡെഞ്ചറോ ആണെങ്കിൽ അതിനുശേഷം മറ്റൊരു ട്വിസ്റ്റ് കൂടെ കൊടുക്കും. ആക്ച്വലി ഒറോച്ചിയും അവന്റെ ആൾക്കാരും ആ ബ്രിഡ്ജുകളും കപ്പലുകളും തകർക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആൾക്കാരെല്ലാവരും അവിടെ നിന്ന് പോന്നിരുന്നു. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കിലോമീറ്ററുകൾ ഞങ്ങൾ കടന്നു വന്നിരുന്നു. സോ അവരുടെ സോൾജിയേഴ്സ് എല്ലാവരും സേഫായി എത്രയും വേഗം ഇവിടേക്ക് എത്തും. മൊത്തം ഇപ്പോൾ 5800 സോൾജിയേഴ്സ് ആ വില്ലന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അവനത് പറഞ്ഞു തീരേണ്ട താമസം ലോങ് ഷോട്ടിലായിട്ട് വലിയൊരു ആരവം. അപ്പൊ അവര് കാണും ആ സോൾജിയേഴ്സ് എല്ലാവരും ഒക്കെ മുഴക്കി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാരുടെ കോൺഫിഡൻസ് അതങ്ങനെ പടിപടിയായിട്ട് ഉയരും. ഇവിടെ വില്ലന്മാർക്കാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് അവരുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരികയാണ്. വെറും 9 ആളിൽ നിന്ന് തുടങ്ങിയ അവരുടെ അതിപ്പോ ഓൾമോസ്റ്റ് 6000 പേരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വില്ലന്മാരാണെങ്കിൽ ഒറോച്ചിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ കോള് കണക്ട് ആവില്ല. ലൂഫിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, അവർ വിചാരിച്ചതിന് കഴിഞ്ഞു അടിപൊളിയായി. ഇപ്പോ അവരുടെ സേനാഫലം അത് കൂട്ടിക്കഴിഞ്ഞു. ഇവിടെ കാഞ്ചറോ ആണെങ്കിൽ ചുറ്റും നോക്കും ഓടാനുള്ള ഒരു സ്പേസിന് വേണ്ടി. കിന്നിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ കിന്നിന്റെ പേര് വിളിച്ച് ജയ് വിളിക്കുകയാണ്. ഡെഞ്ചറോ അവനാണെങ്കിൽ ആ വില്ലന്മാരെ വെല്ലുവിളിക്കും. നിങ്ങൾക്കിപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഏറ്റുമുട്ട്. ഞങ്ങളുടെ സേനാബലം ഓടൻ ഞങ്ങൾക്ക് തന്നിട്ട് പോയ ആ ഒരു സ്ട്രെങ്ത് അതെല്ലാം 100 ഇരട്ടിയായി പുറത്തു വന്നിരിക്കുകയാണ്.
ആ സാമുറായി ടീമാണെങ്കിൽ ആ തകർന്ന ബോട്ടിൽ തന്നെ ഇരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. അത് കണ്ട് ഡെൻസിറോ ആണെങ്കിൽ കിന്നിനോട് വിളിച്ചു പറയും, കിൻ, നമ്മുടെ പവർ എന്താണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്, നിന്റെ സ്ക്വാഡ് അത് പുറത്തേക്കെടുത്ത് വീശാനായിട്ട് പറയും. അത് കേട്ട് കിന്നിനും കോൺഫിഡൻസ് കൂടി അവനും അവന്റെ സ്ക്വാഡ് എടുത്ത് വീശും. 20 വർഷങ്ങൾക്ക് മുൻപ് ഓഡൻ നമുക്ക് തന്നിട്ട് പോയ ആ ഒരു വലിയ ദൗത്യം അത് നമ്മൾ നിറവേറ്റാനായിട്ട് പോവുകയാണെന്ന് പറയും. അതിന് നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് യൂസ്ട്രസ് കിഡിനെയും ലൂഫിയെയും ലോയെയും കാണിക്കും. അങ്ങനെ ആ 3 ശക്തികൾ ഇപ്പൊ ഒന്നു ചേരുകയാണ്. ഇവിടെ ആ 3 വില്ലന്മാരുടെ കപ്പലിൽ ഇപ്പൊ അവശേഷിക്കുന്നത് ഒരേ ഒരു കപ്പലും അതിനുള്ളിലുള്ള വില്ലന്മാരുടെ സോൾജേഴ്സുമാണ്. അവരാണെങ്കിൽ നൈസായിട്ട് ആ ഗ്യാപ്പിൽ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കപ്പലെ റിവേഴ്സ് എടുക്കാനായിട്ട് തയ്യാറാവും. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ലൂഫിയും യൂസ്ട്രസ് കിഡും ലോയും അവരാ കപ്പലിലേക്ക് ചാടി വീഴുകയാണ്. എന്തുപറ്റി, നിങ്ങൾ പേടിച്ച് തിരികെ പോവാണോ? അങ്ങനെ പോകാനായിട്ട് പാടില്ല. ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരല്പം ഗിഫ്റ്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അത് തരാതെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞ് അവർ 3 പേരും ചേർന്ന് ആ സോൾജേഴ്സിനെ എല്ലാവരെയും അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അതേസമയം കാഞ്ചറോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ട് വണ്ടറടിക്കുകയാണ്. ഇനി അവന്റെ മുൻപിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല. ആകെ അവന്റെ കയ്യിലുള്ള ട്രംപ് കാർഡ് അത് മൊമന്റോസ്കിയാണ്. സോ ഇതാണ് എന്റെ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നിലത്ത് എന്തൊക്കെയോ വരയ്ക്കും. ഇക്കാര്യം നോട്ടീസ് ചെയ്ത കൗമട്സു ആളാണെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എങ്ങനെയെങ്കിലും മൊമന്റോസ്കിയെ രക്ഷിക്കാനായിട്ട് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യുകയാണ്. ഇവിടെ കാഞ്ചറോ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ബേർഡിന്റെ ചിത്രം വരയ്ക്കുകയാണ്. അത് കണ്ട് മൊമന്റോസ്കിക്ക് ഭയങ്കര അത്ഭുതം. അവൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചിത്രം വരയ്ക്കുന്നത് മൊമന്റോസ്കി കണ്ടിട്ടില്ല. സോ അവനൊരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്താണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. അവൻ ആ ബേർഡിന് ജീവൻ കൊടുത്ത് അവിടുന്ന് പറന്നു പോകാനായിട്ട് ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് ഒമട്സു അവനാണെങ്കിൽ കാഞ്ചറോയ്ക്ക് നേരെ ചാടി വരികയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. അവനോട് ഫൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും കൗമട്സു അവന്റെ റിയൽ പവർ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാലവും അവന്റെ റിയൽ പവർ അത് പുറത്ത് കാണിക്കാതെയാണ് ഫൈറ്റ് ചെയ്തിരുന്നത്. കൗമട്സു ആണെങ്കിൽ ഒരുപാട് ഇമോഷണലായി അവരോട് ദേഷ്യപ്പെട്ടു പറയും, സത്യത്തിൽ നിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു. ഞങ്ങളോടൊപ്പം നിന്ന് നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. നിനക്കെങ്ങനെ ഞങ്ങളോട് ഇത് ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ സിമ്പിളായി അവന്റെ ബ്രഷ് അതുപയോഗിച്ച് കൗമട്സുവിന്റെ പവർഫുൾ അറ്റാക്ക് എല്ലാം തടയുകയാണ്. അതിനുശേഷം പൊട്ടിച്ചിരിച്ച് അവൻ കൗമട്സുവിനോട് പറയും, സത്യത്തിൽ ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയധികം ഹാപ്പി ആയിട്ട് ചെയ്തൊരു ജോലി അത് മറ്റൊന്നില്ല. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ആനന്ദം അത് വേറെ ലെവലാണ്. അത് മാത്രമല്ല, ഇനി ഓഡന്റെ ഫാമിലിയിൽ ആരും തന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ വരച്ച ബേർഡിനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. സാധാരണ കാഞ്ചറോ അവൻ വളരെ വീക്കായിട്ടാണ് പെയിന്റ് ചെയ്യാറുള്ളത്. അതിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനഞ്ഞാൽ പോലും അതങ്ങനെ ഇല്ലാതായി തീരും. പക്ഷെ ഇത് റിയൽ ബേർഡിനെ പോലെ തന്നെയാണ് അവൻ ക്രിയേറ്റ് ചെയ്തത്. അത്രയും ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടും അതിനൊന്നും തന്നെ സംഭവിക്കില്ല. കോമഡ്സോ ആണെങ്കിൽ അവൻ അറിയാവുന്ന 18 അടവ് എടുത്തിട്ടും ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കും. മൊമന്റോസ്കി ആണെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു കരയും. അതിന് കാഞ്ചറോ അവനോട് പറയും, നീ എത്രയൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ടും യാതൊരു കാര്യവുമില്ല, നിന്നെയും കൊല്ലും, നീ സേഫ് ആക്കി വെച്ചിരിക്കുന്ന നിന്റെ സിസ്റ്ററിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഇപ്പൊ ലൂഫിയാൻ ടീമിനെ നോക്കി പറയും, നിങ്ങൾ 1000 അല്ല 10,000 പേരുണ്ടെങ്കിലും ആ ഐലാൻഡിലേക്ക് എത്താനോ അവരെ ഇല്ലാതാക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അവിടെയുള്ളവരെല്ലാവരും പവർഫുൾ ആണെന്ന് പറഞ്ഞ് അവനങ്ങനെ പറന്നു പോവാണ്. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയെ അവൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.